നമുക്കിപ്പോ എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് വേണ്ട 100% ലോൺ. ഫുൾ ലോണിൽ 1,20,000 രൂപ ചോദിക്കുന്നത്. കാരണം ലോൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എങ്കിൽ കൂടി നമുക്കൊരു 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലെ. 1,00,000 രൂപ ഒരു വർഷത്തേക്ക് ലോൺ ചെയ്യാം. ഫുൾ ലോൺ വെറുതെ പറഞ്ഞാൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്തു കൊടുക്കും. അപ്പൊ 100% ലോൺ സൗകര്യം, അതായത് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റ് ആണ്. ഞാൻ നിൽക്കുന്നത് കണ്ണൂരാണ്. കേരളത്തിലെ മാരുതിയുടെ ട്രൂ വാല്യൂ ഡീലർമാരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പൊടിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് എന്തായാലും നിലവിലുള്ള എല്ലാ സ്റ്റോക്കും, അതായത് ഈ മാസം സ്റ്റോക്ക് എല്ലാം തന്നെ വിശദമായിട്ട് പരിചയപ്പെടാൻ വിശദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഈ ചുറ്റുവട്ടത്ത് നല്ല നല്ല ക്വാളിറ്റി വാഹനങ്ങൾ അന്വേഷിച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് കണ്ണൂർ നിവാസികൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ മാരുതി ട്രൂ വാല്യൂ ഡീലർമാരായിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കണ്ണൂർ ബ്രാഞ്ചിലുള്ള ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. പുതിയ കാറുകളുടെ GST കാര്യങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ കുറഞ്ഞെന്ന് കേട്ടു. GST കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ കൊടുത്തിരുന്ന വിലയിൽ നിന്ന് നമ്മൾ അത്യാവശ്യം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഈ പ്രൈസ് ആയിരിക്കും അല്ലേ. അപ്പൊ നിലവിൽ എത്ര ബഡ്ജറ്റ് വരുന്നത് നമുക്ക്? നിലവിൽ നമ്മൾക്ക് ഒരു 50,000 രൂപ മുതൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപ വരെയുള്ള വണ്ടിയുണ്ട്. എത്ര വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ? ഏകദേശം ഒരു 200 വണ്ടിക്കടുത്ത് കണ്ണൂർ ബ്രാഞ്ചുകളിൽ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വാഹനം വേണമെങ്കിലും ധൈര്യപൂർവ്വം വരാം. കാരണം 200-ലധികം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇവിടുന്ന് വാഹനം എടുക്കുമ്പോൾ വാറന്റി സർവീസ് ഒക്കെ ഉണ്ടോ? അതിപ്പോ മാരുതി വണ്ടിയാണെങ്കിലും ഉണ്ട്, അതർ ബ്രാൻഡ് വണ്ടിയാണെങ്കിലും ഉണ്ട്. ഏതാണെങ്കിലും നമ്മൾ ഇവിടെ സർട്ടിഫൈഡ് വാഹനമാണെങ്കിൽ വാറന്റി കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഈ ലൊക്കേഷൻ എവിടെ വരുന്നത്? കറക്റ്റ് ഇത് നമ്മൾ കണ്ണൂര് സെൻട്രൽ ജയിലില്ലേ, സെൻട്രൽ ജയിലിന്റെ അടുത്താണ്. ഒരു 100 മീറ്ററേ ഉള്ളൂ. കറക്റ്റ് ലൊക്കേഷന്റെ പേര് പൊടിക്കുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഷോറൂമിൽ. കാരണം ഞായറാഴ്ചയും ഷോറൂം ഓപ്പൺ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. അപ്പൊ അവർക്കൊക്കെ വാഹനങ്ങൾ നോക്കാൻ ലീവ് എടുത്ത് തരേണ്ട ആവശ്യമില്ല. അവരുടെ ഒഴിവ് എപ്പോഴാണോ അതിനനുസരിച്ച് ചെയ്യാം. അവിടെ എല്ലാ ഞായറാഴ്ച ഓപ്പൺ അല്ലേ? എല്ലാ ഞായറാഴ്ച ഓപ്പൺ ആണ്. പിന്നെ നമ്മളിപ്പോ ലോണിലാണ് വാഹനങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 3-ാമത്തെ ദിവസം നമുക്ക് ഡെലിവറി എടുക്കാം. അത്രയും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ. അപ്പൊ ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് മാക്സിമം നമ്മുടെ ഓഫീസ് ടൈം എത്ര ആയിരുന്നു? രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഓഫീസ് ടൈം. പക്ഷെ നമ്മളൊരു 7 മണി വരെ ഷോറൂമിലുണ്ടാവും. കാരണം ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കയറി വാഹനങ്ങൾ കാണാൻ, ആദ്യം വരും ജോലിക്കൊക്കെ പോയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ആ ടൈമിൽ അധിക സ്ഥാപനങ്ങളോ അടഞ്ഞു നടക്കും. അപ്പൊ ഒരു 7 മണി വരെ ഷോറൂമിൽ ആളുണ്ടാവും. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും ഒരു വാഹനം നോക്കാൻ നമ്മുടെ ജോലി തടസ്സപ്പെടുത്തിയിട്ടുള്ള പരിപാടി വേണ്ട. നമ്മുടെ ഒഴിവ് എപ്പോഴാണ്. അപ്പൊ ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഷോറൂമിലേക്ക് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നമ്മുടെ ഓപ്പൺ ആണ്. അപ്പൊ എന്തായാലും എല്ലാം കൊണ്ടും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുപാടുള്ള ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാനും പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരിക. ഈ ചുറ്റുവട്ടത്തുള്ള മാക്സിമം ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഇത്ര നല്ല ഷോറൂം നമ്മുടെ നാട്ടിൽ അറിയാത്തതായിട്ട് ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് മാക്സിമം എത്തിക്കുക. അപ്പൊ നമുക്ക് നേരെ വാഹനങ്ങൾ പരിചയപ്പെടാം. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡല് സ്വിഫ്റ്റ് LXi ആണല്ലേ. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഒറ്റ ഓണർ, സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 86,000 കിലോമീറ്റർ മാത്രം ഓടിയുണ്ട്. ഹിസ്റ്ററി ഞങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു 5,40,000 രൂപ. 5,40,000. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ വെറുതെ പറഞ്ഞാൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്തു കൊടുക്കും. അപ്പൊ 100% ലോൺ സൗകര്യം, അതായത് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റ് ആണ്. ഇത് മാരുതി സുസുക്കിയുടെ സിയാസിലെ നെക്സസ് സെഗ്മെന്റിൽ വരുന്ന വാഹനം അല്ലേ? ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വണ്ടി. 15 രജിസ്ട്രേഷൻ വരുന്നല്ലേ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഏതാ വേരിയന്റ്? ഏതാ? VXi ആണ്. VXi വേരിയന്റ്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാണാനൊക്കെ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ABS സർവേയും കാണാനൊക്കെ വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 58,000 കിലോമീറ്റർ. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിയാസ് ആണ്. സിയാസ് ഒന്നും അങ്ങനെ ഇപ്പൊ റേറെ പീസായിട്ട് മാറിക്കഴിഞ്ഞ് കിട്ടാനില്ല. അപ്പൊ നല്ല ക്വാളിറ്റി പീസ് ആണല്ലേ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,70,000. 4,70,000. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? പിന്നെ നമുക്ക് 4.5 ലക്ഷം വരെ ലോൺ ഉണ്ട്. 4.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ടാറ്റ ടിയാഗോ അല്ലേ? ഏത് മോഡൽ വരുന്നത്? 2018 മോഡൽ. ഏതാ വേരിയന്റ്? XZ. എത്ര ഓപ്ഷൻ തൊട്ട് താഴെ? അത്യാവശ്യം ഫീച്ചേഴ്സ് കാണാൻ വരുന്നില്ലേ? പെട്രോൾ അല്ലേ? ഓണർഷിപ്പോ സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 1 ലാഖ് ഓടിയിട്ടുണ്ട് അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,50,000. 3,80,000. അതെ, 3,80,000 ആണ്. ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഇതിന് വാറന്റി ഉണ്ടോ? ഒരു വർഷം അല്ലെ 10,000 കിലോമീറ്റർ പോപ്പുലർ വാറന്റി ഉണ്ട്. ഈ വാറന്റി കൊടുക്കുമ്പോൾ വാഹനങ്ങൾ ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങൾ പാസ്സായ മാത്രമാണ് വാറന്റി കൊടുക്കുക. അപ്പൊ അതിന്റെ അർത്ഥം വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, കംപ്ലൈന്റ് ഒന്നുമില്ല. അടുത്തായിട്ട് 1200 cc വരുന്ന വാഗനർ അല്ലേ? ഇത് ഏതാ മോഡൽ? 2020 മോഡൽ. 20 മോഡൽ. ഓണർഷിപ്പോ സിംഗിൾ ഓണർ ആണല്ലേ?
ഏത് വേരിയന്റ് ഏതാ? VXi. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 20,000 കിലോമീറ്റർ മാത്രം. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ആളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഗനറാണ്. പുതിയത് എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം അല്ലേ? VXi അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതില് കസ്റ്റമർ അഡീഷണൽ അലോയ് ചെയ്തിട്ടുണ്ട്. അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ZXi തന്നെ പറയാല്ലേ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,50,000. 5,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റും. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് മാരുതി 6 മാസ വാറണ്ടി, 2 ഫ്രീ സർവീസ്. 2 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഏത് മോഡൽ വരുന്നത്? 2016 മോഡൽ പെട്രോൾ VXi വേരിയന്റ് അല്ലേ? ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ആളൊക്കെ ഉണ്ടോ? വേറെ മാത്രം ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. കണ്ടീഷൻ വണ്ടിയല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് 4,60,000. 4,60,000 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇവര് അറേഞ്ച് ചെയ്ത് തരും. ഒരു ലോ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ വാഹനം വാങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് ഡാറ്റ്സൺ ഗോ പ്ലസ് അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ. 18 മോഡൽ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 68,000. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. 7 സീറ്റർ. അത്യാവശ്യം ഒരു കുറച്ച് വലിയ ഫാമിലിക്കൊക്കെ പറ്റിയ വാഹനം അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് വെറും 3,10,000 രൂപ. 3,10,000. ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. അത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഈ വണ്ടി ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഒരു വലിയ വാഹനം ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. അടുത്തായിട്ട് സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതി ഓൾട്ടോ 800. ഇതിന് മോഡൽ എത്ര വരുന്നത്? ഇത് 2018 മോഡൽ വണ്ടി. ഏതാ വേരിയന്റ്? ഏതാ? LXi വേരിയന്റ്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? വെറും 27,000 കിലോമീറ്റർ മാത്രം ഓടിയുണ്ട്. ലോ കിലോമീറ്റർ ഓടിയ ഒരു ഓൾട്ടോ അല്ലേ? ഈ വാഹനം ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 2,90,000. 2,90,000 അല്ലേ? നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. അടുത്തായിട്ട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഹുണ്ടായുടെ സാൻഡ്രോ അല്ലേ? ഏത് മോഡൽ വരുന്നത്? 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വണ്ടി. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. കണ്ടീഷൻ ലോൺ സൗകര്യം ഉണ്ട്. ലോൺ സൗകര്യം ഉണ്ടോ? ഇതിന് ചോദിക്കുന്ന പൈസ ഒരു വർഷത്തേക്ക് നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? വെറും 1,20,000. 1,20,000. 1,00,000 രൂപ ലോൺ കിട്ടും. 1,00,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 1,20,000 രൂപ ചോദിക്കുന്നത്. കാരണം ലോൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എങ്കിൽ കൂടി നമുക്കൊരു 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? 1,00,000 രൂപ ഒരു വർഷത്തേക്ക് ലോൺ ചെയ്യാം. ഈ സെലേറിയോ ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ ZXi ആണ്. ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 39,000. ഹിസ്റ്ററി ആളൊക്കെ ഉണ്ടോ? എല്ലാം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോണും ചെയ്യാം. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് മാരുതി 6 മാസ വാറണ്ടി, 2 ഫ്രീ സർവീസ് ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാനും സർട്ടിഫൈഡ് വാഹനങ്ങൾ ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങൾ പാസ്സായാണ് വണ്ടി ഇതേപോലെ സെയിൽ വെക്കല്ലേ. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വിശ്വാസമായിട്ട് തന്നെ എടുക്കാം. നിലവിലെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള 2029 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലോ ബഡ്ജറ്റ് വാഹനം അല്ലേ? ഈ സാൻഡ്രോ ഏതാ മോഡൽ വരുന്നത്? 2009. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണല്ലേ? 2029 വരെ പേപ്പേഴ്സ് കാര്യങ്ങളുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,25,000. അതായത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ലാസ്റ്റ് ഫേസിൽ വരുന്ന വാഹനല്ലേ? ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ. 2021 മോഡലാണ്. ഏതാ വേരിയന്റ്? LXi. എത്ര ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് സെഗ്മെന്റ് വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇതിൽ ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,00,000 മാത്രം. 3,50,000 അല്ലേ? നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് വേണ്ട. 100% ലോൺ. ഫുൾ ലോണിൽ ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. അതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടോ? ഇതിന് മാരുതി 6 മാസ വാറണ്ടി, 2 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസ് എന്ന വാഹനമല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ. ഏതാ വേരിയന്റ്? മാഗ്ന വേരിയന്റ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 57,000 മാത്രം ഓടിയുണ്ട്. പെട്രോൾ അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും മാഗ്നയിൽ ഉണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,10,000. 5,10,000. ഇതിന് വാറണ്ടി ഉണ്ടോ? 1 വർഷത്തെ വാറണ്ടി. പോപ്പുലർ നൽകുന്ന 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റും. ഇത് ടാറ്റ കമ്പനിയുടെ അൾട്രോസ് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ. ഏതാ വേരിയന്റ്? XC എന്ന് പറയുന്നത്. XC ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 57,000 മാത്രം. പെട്രോൾ 57,000 കിലോമീറ്റർ. സ്ട്രിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്. എല്ലാ പേപ്പേഴ്സും ഉണ്ടോ? എല്ലാം ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,90,000 ആണ്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഓൾമോസ്റ്റ് ഫുൾ ലോൺ. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മാത്രം മതി. 100% ലോൺ സൗകര്യം ചെയ്തു കൊടുക്കും അല്ലേ? മാരുതി ബലേനോ ഡീസൽ വാഹനം ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നത്. കാരണം കമ്പനി നിർത്തിയ ഒരു വാഹനമാണ്. കിട്ടാനൊന്നും എവിടെയില്ല. നല്ല റെയർ പീസ് വാഹനം അല്ലേ? ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 15 മോഡൽ, 16 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഏത് വേരിയന്റ് ഏതാ?
ആൽഫ ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വാഹനങ്ങളൊക്കെ അത്യാവശ്യം ഓടും. ഈ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പൊടിക്കുണ്ട്, പോപ്പുലർ ട്രൂ വാല്യൂ ഷോ. വീണ്ടും ഒരു ബലേനോ ഡീസൽ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ ബലേനോ ഏത് മോഡല്? 2017 മോഡല് ബലേനോ സീറ്റ വേരിയന്റ് ആണല്ലേ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ വാനാണ്. ഈ വാഹനത്തിനൊക്കെ നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് വാറന്റി ഉണ്ട്. പോപ്പുലർ ഒരു വർഷത്തെ വാറന്റി ഉണ്ട്. അതിന്റെ അർത്ഥം വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന വാറന്റിയും കാര്യങ്ങളൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. നല്ല ക്വാളിറ്റി പീസ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതും അത്യാവശ്യം എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. വേരിയന്റ് ഏതാ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 75,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ ഓണർ ആണല്ലേ. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ അല്ലേ? വേറെ മാസം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അലോവിയിലേക്ക് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ് അളക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഹെവി ലുക്കാണ്. താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ നമ്പർ സ്ക്രീനിലുണ്ട്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പൊടിക്കുണ്ട്, പോപ്പുലർ ട്രൂ വാല്യൂ ഷോ.